എയർ ഇന്ത്യയും ഇൻഡിഗോയും ആഭ്യന്തര സർവീസുകളുടെ എണ്ണം താൽക്കാലികമായി വെട്ടിക്കുറയ്ക്കുമെന്ന് റിപ്പോർട്ട്. വിമാന ഇന്ധന വിലവർധനയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇരു കമ്പനികളും റദ്ദാക്കുന്ന സർവീസുകളുടെ എണ്ണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എയർ ഇന്ത്യയും ഇൻഡിഗോയും അടുത്ത 2-3 മാസങ്ങളിലായി ആഭ്യന്തര സർവീസുകളുടെ എണ്ണം താൽക്കാലികമായി വെട്ടിക്കുറയ്ക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിമാന ഇന്ധന വില വർധനയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. എയർ ഇന്ത്യ 22% സർവീസുകളും ഇൻഡിഗോ 7 മുതൽ 10% സർവീസുകളും കുറയ്ക്കുമെന്നാണ് അനൌദ്യോഗികമായി പുറത്തുവരുന്ന വിവരം. ഇരു കമ്പനികളും റദ്ദാക്കുന്ന സർവീസുകളുടെ എണ്ണം ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇതോടെ യാത്രാ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് മാത്രമല്ല, യാത്രാക്കൂലി ഇരട്ടിയാവുകയും ചെയ്യും. പശ്ചിമേഷ്യൻ സംഘർഷമുണ്ടാക്കിയ ആഘാതം കണക്കിലെടുത്ത ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ പ്രതിവാരം 140-ലേറെ രാജ്യാന്തര സർവീസുകളാണ് നേരത്തെ എയർ ഇന്ത്യ റദ്ദാക്കിയത്. 7 രാജ്യാന്തര റൂട്ടുകളിലെ സർവീസുകളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്നാണ് വിവരം. ബാക്കിയുള്ള റൂട്ടുകളിൽ സർവീസുകളുടെ എണ്ണം ഗണ്യമായി വെട്ടിക്കുറയ്ക്കും. എയർ ഇന്ത്യയുടെ മൊത്തം രാജ്യാന്തര സർവീസുകളുടെ 27% കുറയുമെന്നാണ് വിലയിരുത്തൽ. വിമാന ഇന്ധനവില കുതിച്ചുയർന്നതും സംഘർഷം മൂലമുള്ള വ്യോമഗതാഗത നിയന്ത്രണവുമാണ് വിമാനയാത്രകൾക്ക് തിരിച്ചടിയാകുന്നത്. എയർ ഇന്ത്യ പ്രതിവാരം 4400 സർവീസുകളാണ് നടത്തിയിരുന്നത്. ഇതിൽ രാജ്യത്തിനകത്ത് 3600 സർവീസുകളും ബാക്കി 800 രാജ്യാന്തര സർവീസുകളുമായിരുന്നു. പുതിയ തീരുമാനമനുസരിച്ച് പ്രതിവാരം 790 ആഭ്യന്തര സർവീസുകൾ കുറയും. റദ്ദാക്കുന്ന ഫ്ലൈറ്റുകളിൽ നിലവിൽ ബുക്കിംഗ് നടത്തിയവർക്ക് ബദൽ ഫ്ലൈറ്റിൽ ടിക്കറ്റ് നൽകുകയോ ടിക്കറ്റ് തുക മടക്കി നൽകുകയോ ചെയ്യും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.